എന്താ വെച്ചാൽ കൈവിഷദോഷത്തിന് എന്താ പരിഹാരം അല്ലേ? കൈവിഷദോഷത്തിന് എന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ കൈവിഷം തന്നെ എല്ലാവർക്കും വിശ്വാസം ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ അത് അങ്ങനെ ഒരു പുരാണങ്ങളിലും ജ്യോതിഷത്തിലൊക്കെ പ്രത്യേകം അത് പറയുന്നുണ്ട്, കൈവിഷബാധാദോഷം. അപ്പം അത് എന്തിനു വേണ്ടി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവനെ കായികമായിട്ടും മാനസികമായിട്ടും അവൻ്റെ സുഖാധികതകൾ നശിപ്പിക്കാനോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടുകൂടി ഹിംസിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു തരം എന്താ പറയുക, ഒരു തരം അങ്ങനെയുണ്ട്. പിന്നെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ വിരുദ്ധാഹാരങ്ങൾ കഴിച്ചാലും വരുമല്ലോ കൈവിഷം. വിരുദ്ധാഹാരങ്ങൾ കഴിച്ചാൽ കൈവിഷം സംഭവിക്കാറുണ്ട്. ഈ അന്യോന്യം വിരുദ്ധമായ ആഹാരങ്ങൾ ഇങ്ങനെയും സംഭവിക്കാം. അപ്പോൾ അതിന് പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവഴയിൽ പോയി ഛർദ്ദിക്കലാണ് ഏറ്റവും നല്ല പരിഹാരം എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊന്നും എപ്പോഴും അവിടെ പോകാനൊന്നും ചിലപ്പോൾ സാധിക്കണമെന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരെ അവിടെ അവർ അതിന് നിർത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു 1-2 ഉപാധികളുണ്ട്. അതിലൊരു ഉപാധി പറഞ്ഞുതരാം. നീലകണ്ഠ ത്രയക്ഷരീയം എന്ന് പറഞ്ഞ മന്ത്രം 1008 ശുദ്ധമായ പശുവിൻ നെയ്യിൽ ജപിച്ച് സേവിച്ചാൽ വളരെ ഉത്തമമാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ധ്യാനം? ബാലാർക്കയുധതേജസം ധൃതജടാജൂഢേന്ദ്രകണ്ഠോജ്വലം നാഗേന്ദ്രൈ കൃതഭൂഷണം ജപപടിം ശൂലം കപാലം കരൈ വിഡ്വാംഗം ദദതന്ത്രനേത്രവിലസത് പഞ്ചാനനം സുന്ദരം വ്യാഘ്രപരിധാനമബ്ജനിലയം ശ്രീനീലകണ്ഠം ഭജേ. ഇതാണ് ധ്യാനം. അപ്പോൾ ആ ധ്യാനനിരതനായിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന് വേണ്ടുന്ന അർച്ചനാദികളൊക്കെ ചെയ്ത് ഭഗവാന് വാൽപ്പായസം മുതലായവയൊക്കെ ശിവക്ഷേത്രത്തിൽ പോയി ചെയ്താൽ മതി. അതാണ് നല്ലത്. ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ദിക്കിൽ പറയാം, ശുദ്ധമായ പശുവിൻ നെയ്യ് മേടിച്ചു കൊടുത്തിട്ട് പറയുക, ഇത് നീലകണ്ഠ ത്രയക്ഷരീയ മന്ത്രം കൊണ്ട് ജപിച്ച് ആ മന്ത്രപുരസ്കരണം ഒരു 1008 രൂപയിൽ ജപിച്ച് അത് സേവിച്ചാൽ 1008 മന്ത്രം ആ നെയ്യിൽ ജപിച്ച് 21 ദിവസമോ 41 ദിവസമോ കഴിച്ചാൽ ഒരു പരിഹാരമാണ്. അപ്പോൾ കഴിയുന്നത്ര അത് ചെയ്യാം. അതിൻ്റെ മൂലമന്ത്രം ഇതാണ്: പ്രോം ന്രീം ഢം, പ്രോം ന്രീം ഢം. അതാണ് മൂലമന്ത്രം. ത്രയക്ഷരീയമാണല്ലോ, 3 അക്ഷരമുള്ള മന്ത്രം. അപ്പോൾ നീലകണ്ഠ ത്രയക്ഷരീയം ഉത്തമമായ പരിഹാരമാണ്.